വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: കർത്താവിന്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ ഡാഷ് അതിന്റെ ഒരു വശത്ത് വയ്ക്കുവിൻ. 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെട്ടിക്കുള്ളിലാക്കി. ക്വസ്റ്റ്യൻ നമ്പർ 2: കർത്താവിന്റെ എന്തിന്റെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. 1 സാമുവേൽ 4-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഉടമ്പടിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 3: കർത്താവ് പ്രതിയോഗികളെ എന്ത് ചെയ്യുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ചിഹ്ന ഭിന്നമാക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4: ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ലോകം രക്ഷ പ്രാപിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 5: അവൾ മെതിക്കളത്തിൽ ചെന്ന് ഡാഷ് പറഞ്ഞതുപോലെ ആവർത്തിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അമ്മായിയമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 6: ദൈവത്തിന് എന്തവർ എക്രോണിലേക്ക് അയച്ചു? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 7: ജഡമോഹങ്ങൾ എന്തിനെതിരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ആത്മാവിന്. ക്വസ്റ്റ്യൻ നമ്പർ 8: നവോമി റൂത്തിനോട് പറഞ്ഞു, മകളെ, സന്തുഷ്ടമായ എന്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? റൂത്ത് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കുടുംബജീവിതത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 9: അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും. ഇത് പറഞ്ഞത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 10: നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഡാഷ് ഗലാത്യ 4-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അയച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 11: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ഡാഷ് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവത്തോട്. ക്വസ്റ്റ്യൻ നമ്പർ 12: വൃദ്ധരും ക്ഷീണിതനും ആയ ഏലിക്ക് എന്തു പറ്റി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി,
അവൻ കഴുത്തൊടിഞ്ഞ് മരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 13. സാമുവലിനെ എന്ത് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു? 1 സാമുവൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 14. ആരാണ് യേശുവിനെ അനുഗമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വലിയൊരു ജനക്കൂട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 15. യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ 4000-ഓളം ആളുകളെ ആര് വധിച്ചു? 1 സാമുവൽ 1-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 16. റൂത്ത് വയലിൽ ചെന്നു. കൊയ്ത്തുകാരുടെ പിറകെ കാലാപ്പെറുക്കി എലിമെലെക്കിന്റെ എന്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്? റൂത്ത് 2-ൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കുടുംബത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഡാഷ് അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ച് നഗരവാസികളുടെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു. 1 സാമുവൽ 5-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മരിക്കാതെ. ക്വസ്റ്റ്യൻ നമ്പർ 18. ആര് റൂത്തിനോട് പറഞ്ഞു, മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? റൂത്ത് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 19. എന്തൊക്കെ വിവേചിച്ചറിയാനാണ് സഭാപ്രസംഗകൻ ഉദ്യമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജ്ഞാനം, അറിവ്, ഉന്മത്തത, ഭോഷത്വം. ക്വസ്റ്റ്യൻ നമ്പർ 20. സൂര്യന് കീഴെ ആർക്ക് ദുർവഹമായ ഒരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു? സഭാപ്രസംഗകൻ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മനുഷ്യർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 21. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും എന്തിന് വിധേയരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാബത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 22. നിയമം ആര് വഴി നൽകപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മോശ വഴി. ക്വസ്റ്റ്യൻ നമ്പർ 23. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്നാൽ ആരവളെ വന്ധ്യയാക്കിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഈശോ എവിടെ വെച്ചാണ് രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലയിൽ വെച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 25. സൂര്യന് കീഴിൽ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകം ആയതുകൊണ്ട് ഞാൻ എന്ത് വെറുത്തു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവിതം. ക്വസ്റ്റ്യൻ നമ്പർ 26. ദാസിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലയ എന്നിവരെ പോലെ ആക്കട്ടെ. നീ എഫ്രാത്തായിൽ ഐശ്വര്യവാനും ബത്ലഹേമിൽ പ്രസിദ്ധനുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 27. ആരുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് എന്ന പേരായ ഒരു ധനികനുണ്ടായിരുന്നു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്.
ഉത്തരം ഓപ്ഷൻ എ നവോമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 28. കർത്താവ് സാമുവലിന് എവിടെ വെച്ചാണ് ദർശനം നൽകിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഷിലോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 29. എവിടെ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു? സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജെറുസലേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 30. 7-ാം അധ്യായത്തിന്റെ അവസാന തലക്കെട്ട് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അധികാരികളുടെ അവിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 31. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനെ, അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ഡാഷ് ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ദാസിമാരിൽ. ക്വസ്റ്റ്യൻ നമ്പർ 32. ഏലിയുടെ ഡാഷ് ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കുടുംബത്തിനെതിരായി. ക്വസ്റ്റ്യൻ നമ്പർ 33. ആ ശബ്ദം ഫിലിസ്ത്യർ കേട്ടു. ഡാഷ് കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്തെന്ന് അവർ തിരക്കി. കർത്താവിന്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എഫ്രായരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 34. ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഞാൻ ഇതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു. സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഉദ്യമിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 35. നവോമിയുടെ ഭർത്താവ് എലിമലെക് മരിച്ചു. അവളും പുത്രന്മാരും ഡാഷ്. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശേഷിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 36. നവോമി ആരോട് പറഞ്ഞു, മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? റൂത്ത് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി റൂത്തിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 37. പൗലോസ്ലീഹ താൻ പ്രസംഗിച്ച സുവിശേഷം എവിടെ നിന്ന് തനിക്ക് ലഭിച്ചു എന്നാണ് പറയുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യേശുക്രിസ്തുവിന്റെ വെളിപാടിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 38. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ എന്തു പെറുകട്ടെ എന്ന് മോവാബിയയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കാല. ക്വസ്റ്റ്യൻ നമ്പർ 39. പീലിപ്പോസ് അന്ത്രയോസിന്റെയും പത്രോസിന്റെയും ഡാഷ് ബെത്സൈദായിൽ നിന്നുള്ളവനായിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പട്ടണമായ. ക്വസ്റ്റ്യൻ നമ്പർ 40. മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്നും ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്നും അറിയാൻ എന്തിനാണ് ആശ്ലേഷിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഭോഷത്വത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 41. നവോമിയുടെ മക്കൾ ആരെല്ലാം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മഹലോനും കിളിയോനും.
ക്വസ്റ്റ്യൻ നമ്പർ 42. ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും എന്ത് കഴിക്കാതിരിക്കുകയും ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭക്ഷണം. ക്വസ്റ്റ്യൻ നമ്പർ 43. റൂത്ത് 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 24. ക്വസ്റ്റ്യൻ നമ്പർ 44. നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് എന്ന പേരായ ഒരാരുണ്ടായിരുന്നു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ധനികൻ. ക്വസ്റ്റ്യൻ നമ്പർ 45. യേശുവിന്റെ അടുത്തേക്ക് വന്നവർ ആരടയാളം പ്രവർത്തിച്ചില്ല എന്നാണ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യോഹന്നാൻ. ക്വസ്റ്റ്യൻ നമ്പർ 46. ആരിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 47. സങ്കല്പങ്ങളിൽ അലിയുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കൺമുൻപിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 48. ആകുലത ഏറുമ്പോൾ ദുസ്വപ്നം കൂടും, വാക്കുകൾ ഏറുമ്പോൾ അത് എന്തായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മൂഢജൽപ്പനമാകും. ക്വസ്റ്റ്യൻ നമ്പർ 49. നല്ല ഇടയന്റെ പ്രത്യേകത എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 50. ആ ശബ്ദം ഫിലിസ്ത്യർ കേട്ടു. എഫ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്തെന്നവർ തിരക്കി. കർത്താവിന്റെ പേടകം ഡാഷ് എത്തിയെന്ന് അവർ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൂടാരത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 51. അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ ഡാഷ്. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കിടക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 52. ദൈവത്തിന്റെ പേടകം എക്രോണിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 53. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രഹാത്തിന്റെ സന്തതികളാണ്, എന്തനുസരിച്ചുള്ള അവകാശികളുമാണ്? ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വാഗ്ദാനം. ക്വസ്റ്റ്യൻ നമ്പർ 54. തന്റെ ജീവനെ ഡാഷ് അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്നേഹിക്കുന്നവൻ. ക്വസ്റ്റ്യൻ നമ്പർ 55. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. ഡാഷ് പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഗലാത്യ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 56.
എൽക്കാന ഹന്നായെ പ്രാപിക്കുകയും ആര് അവളെ അനുസ്മരിക്കുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 57. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം ഡാഷ് അന്വേഷിക്കുന്നു, എന്നാൽ തന്റെ അയച്ചവന്റെ മാത്രം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്. അവനിൽ അനീതിയില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 58. നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ, ഞാൻ ഈ ഡാഷ് പോകുന്നില്ല, എന്നാൽ എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തിരുനാളിന്. ക്വസ്റ്റ്യൻ നമ്പർ 59. ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എവിടേക്ക് കൊണ്ടുപോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അഷ്ദോദിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 60. കാരണം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു, അതിന്റെ ഡാഷ് അവിടെ തിരോഭവിക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നാമം. ക്വസ്റ്റ്യൻ നമ്പർ 61. ആരാണ് വെറും മൃഗങ്ങളാണ് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം പരീക്ഷിക്കുകയായിരുന്നു എന്നാണ് കരുതിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനുഷ്യമക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 62. ന്യായാധിപന്മാരുടെ ഡാഷ് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭരണകാലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 63. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ആയിരുന്നു അവിടെ കർത്താവിന്റെ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുരോഹിതന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 64. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് എന്ത് ചെയ്തു തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പഠിപ്പിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 65. നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തി പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ഇത് നവോമിയോ എന്ന് പരസ്പരം ചോദിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ത്രീകൾ. ക്വസ്റ്റ്യൻ നമ്പർ 66. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച ഡാഷ് തുടങ്ങിയിരുന്നു. 1 സാമുവൽ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 67. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി. ആരാണ് അവളെ പിരിയാതെ നിന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 68. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും എന്തിന് വിധേയരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാപത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 69. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് എന്ത് പ്രാപിക്കുന്നു? ഗലാത്യ 3-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അനുഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 70. ഫിലിസ്തീർ ഇസ്രായേലിയരുടെ ദൈവത്തിന്
എന്താണ് പ്രകീർത്തിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മഹിമയെ. ക്വസ്റ്റ്യൻ നമ്പർ 71. എല്ലാ മിഥ്യയും പാഴ്വേലയുമാണ്, അതുകൊണ്ട് എന്ത് ബോധ്യമായി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 72. റൂത്തിന്റെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 73. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ഡാഷ് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവത്തോട്. ക്വസ്റ്റ്യൻ നമ്പർ 74. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശദീകരിക്കുന്നതിനായി ഏത് തിരുനാളിന് മുൻപ് ആണ് ജെറുസലേമിലേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 75. എന്തിനെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കറവ പശുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 76. ഫരിസേയരിൽ ആരെന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 77. ഡാഷ് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എൽക്കാനയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 78. തലമുറകൾ വരുന്നു പോകുന്നു, എന്താണ് നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭൂമി. ക്വസ്റ്റ്യൻ നമ്പർ 79. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 80. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ ഡാഷ് ആണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സന്തതികൾ. ക്വസ്റ്റ്യൻ നമ്പർ 81. വിവാഹം നടന്ന കാനായിൽ എത്ര കൽവർണികൾ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 6. ക്വസ്റ്റ്യൻ നമ്പർ 82. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ ആരുടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു? ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 83. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഡാഷ് അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഫരിസേയരും. ക്വസ്റ്റ്യൻ നമ്പർ 84. പശുക്കൾ ബത്ശേമെശിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് എപ്രകാരമാണ് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇടം വലം നോക്കാതെ നേരെ പോയി. ക്വസ്റ്റ്യൻ നമ്പർ 85. എപ്പോഴാണ് നമ്മൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് ഗലാത്യ 4-ാം അധ്യായത്തിൽ പറയുന്നത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ശിശുക്കളായിരുന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 86. അവൻ മറുപടി പറഞ്ഞു, മകളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഔദാര്യം. ക്വസ്റ്റ്യൻ നമ്പർ 87. നിങ്ങൾ പ്രകാശത്തിന് മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ എന്ത് ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വസിക്കുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 88. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 89. യേശുവിന്റെ വിധി എപ്രകാരമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നീതിപൂർവകം. ക്വസ്റ്റ്യൻ നമ്പർ 90. ഇസ്രായേൽ മുഴുവൻ ഇവിടെ ഒരുമിച്ച് കൂട്ടട്ടെ എന്നാണ് സാമുവൽ പറഞ്ഞത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മിസ്പായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 91. ആരെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ജെസ്സിയുടെ പിതാവാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 93. എന്നാൽ യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ ചെന്നെത്തിക്കുന്നതിന് ഡാഷ് സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വ്യാജ. ക്വസ്റ്റ്യൻ നമ്പർ 94. ക്രിസ്തു ആരുടെ സന്താന പരമ്പരയിൽ പെട്ടതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാവീദിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 95. ഈശോ എവിടെ വെച്ചാണ് രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലയിൽ വെച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 96. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് എന്ത് ചെയ്തു തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പഠിപ്പിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 97. എൽക്കാനയ്ക്ക് 2 ഡാഷ്, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭാര്യമാരുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 98. എലിമലകിന്റെ ഭാര്യ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 99. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ ആര് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു? 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 100. ഹന്ന എവിടെയാണ് പ്രാർത്ഥിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവസന്നിധിയിൽ. നന്ദി. ഇന്നത്തെ പഠനഭാഗത്തിലെ പോലെ 100 ചോദ്യങ്ങളുടെ ആയിരക്കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ വചനവായൽ ലോഗോസ് ക്ലബ് അംഗത്വം ഉള്ളവർക്ക് ലോഗോസ് ക്ലബിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്ക് സെറ്റ് ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുവാൻ ലോഗോസ് ക്ലബിൽ അംഗത്വം സഹായിക്കുന്നു. ഇപ്രകാരം വചനവായൽ ആപ്പിൽ മാസ, വാർഷിക, ലൈഫ് അംഗത്വം എടുത്ത് എക്കാലത്തെയും ലോഗോസ് കിസിനൊരുങ്ങുവാൻ അസുലഭമായ സന്ദർഭം. ഏവർക്കും വചനവായൽ ആപ്പിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പ്
എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.